ഇതാണ് കണ്ണപ്പം. നമ്മൾ എണ്ണയിലൊന്നും മുക്കി പൊരിക്കാണ്ട് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു സ്നാക്കാണ്. പക്ഷേ ഇത് ആവിയിൽ വേവിച്ചത് എടുത്തതാണെന്നുണ്ടെങ്കിലും നമ്മുടെ എണ്ണയിൽ മുക്കി പൊരിക്കുന്ന സ്നാക്കിനേക്കാളും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ. ഇത് കാണുമ്പോൾ തന്നെ എനിക്കിങ്ങനെ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കുത്തിയാവും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഇത്. നമുക്ക് ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ കഴിക്കുക, ഏത് നേരത്ത് വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിന് ഞാനിവിടെ ബിരിയാണി അരിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് ബിരിയാണി അരി 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. ഇതിപ്പോൾ കൈമ റൈസാണ്. കൈമ റൈസ്, ജീരകശാല റൈസ് അതൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാസ്മതി റൈസ് എടുക്കാം. എന്നിട്ട് ഇതിന് നമ്മൾ 1 മണിക്കൂറിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് തേങ്ങയും 1 മുട്ടയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ നേരത്തെ 1 മണിക്കൂർ മുന്നേ ഇതിനെ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക അരി. എന്നിട്ട് നമ്മൾ മസാല ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് ഈ മാവ് നമ്മൾ അരച്ച് മാറ്റി വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മസാല ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത് അരച്ച് മാറ്റി വെക്കാൻ നിന്നാൽ പിന്നെയും അരമണിക്കൂർ മാവ് സെറ്റ് ആവാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആദ്യമേ എന്ത് ചെയ്യുക, മാവ് അരച്ച് മാറ്റി വെക്കുക. അപ്പോൾ നമ്മൾ മസാല ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും നമ്മുടെ മാവ് റെഡി ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇതിനൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇത് നല്ല ലൂസായിട്ട് ഇരിക്കാൻ പാടില്ല, അതേപോലെ തന്നെ നല്ല കട്ടിയായിട്ട് ഇരിക്കാൻ പാടില്ല. ഈ ഒരു കട്ടിക്കാണ് ഇത് ഉണ്ടാവേണ്ടത്. ഇനി അഥവാ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കി നോക്കുമ്പോൾ ചില സമയത്ത് ഇത് ലൂസായിട്ടായിരിക്കും നമ്മൾ അരച്ചെടുക്കുമ്പോൾ കിട്ടുക. അപ്പോൾ നിങ്ങൾ കുഴപ്പമില്ല, കുറച്ച് പത്തിരിപ്പൊടി ഇട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ചിട്ട് ഇത് ഈ ഒരു പരുവത്തിനാക്കിയാൽ മതി. ഇനി ഇത് അടച്ച് നമുക്ക് മാറ്റി വെക്കാം. ഇനി മസാല ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കണം. അപ്പോൾ ചിക്കൻ പൊരിക്കാനായിട്ട് ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഉപ്പും മുളകും മഞ്ഞളും തേച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ വലിയ പീസാക്കിയിട്ടിട്ടാണ് പൊരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് പൊരിച്ചെടുക്കുക, അതാണ് കുറച്ചുകൂടി എളുപ്പം. ഇപ്പം ഞാനിപ്പോൾ ഇത് വലിയ പീസാക്കിയിട്ട് പൊരിച്ചെടുത്തിട്ട് പിന്നെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ സ്നാക്ക് എന്ന് പറയുന്നത് നല്ല എരിവുണ്ടെങ്കിൽ ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചിക്കനിൽ അത്യാവശ്യം നന്നായിട്ട് എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ചിക്കൻ പൊരിച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് ഞാനിവിടെ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ 2 സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ വഴറ്റിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചിക്കൻ പൊരിച്ച എണ്ണയിലും വഴറ്റിയെടുക്കാം കേട്ടോ. കാരണം ഞാൻ ഇതിലേക്ക് കുറച്ച് ചിക്കൻ പൊരിച്ച എണ്ണ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ പൊരിച്ച എണ്ണയിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിക്കനിൽ നന്നായിട്ട് എരിവിട്ടതുകൊണ്ടാണ് കുറച്ച് മുളക് പൊടി ചേർക്കുന്നത്. നിങ്ങളെ മുളക് പൊടീൻ്റെ എരിവിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് ചിക്കൻ മസാല, അതായത് 1 ടീസ്പൂൺ ചിക്കൻ മസാലയും 1/2 ടീസ്പൂണ് ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് നമ്മുടെ പൊരിച്ച ചിക്കൻ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമേ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറുതാക്കി മുറിച്ചിട്ട് പൊരിച്ചെടുത്താലും മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ്. ഇനി ഇതിനെ നമുക്ക് മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക, കാരണം ഈ മസാലയ്ക്ക് ഈ ചിക്കനിൽ പിടിക്കണം. അങ്ങനെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മസാല മാറ്റി വെക്കാം. പിന്നീടാണ് നമ്മൾ നമ്മുടെ കണ്ണപ്പം ചുടാൻ തുടങ്ങുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിതിൽ കുറച്ചും കൂടെ നമ്മുടെ ചിക്കൻ പൊരിച്ച എണ്ണ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മുളക് പൊടീൻ്റെ അളവൊക്കെ ഒന്ന് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് മസാല ഉണ്ടാക്കുന്നത് ഈ ചിക്കൻ്റെ എണ്ണയിൽ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ തന്നെ നല്ല ഫ്ലേവർ കിട്ടും. അപ്പോൾ പക്ഷേ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ മുളക് പൊടീൻ്റെ അളവൊക്കെ നമ്മളൊന്ന് കുറച്ചിട്ട് കൊടുക്കേണ്ടി വരും, അല്ലാതെ ഭയങ്കര എരിവായിട്ട് പോവും. ഇപ്പോൾ ഞാനിവിടെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ച് നന്നായി തിളപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇഡ്ഡലി തട്ടിൽ അതിൻ്റെ കുഴിയിൽ നന്നായിട്ട് എണ്ണ തേച്ച് കൊടുക്കണം, കാരണം അത് വിട്ട് കിട്ടൂല അല്ലെങ്കിൽ. എന്നിട്ട് ഇതാ നമ്മുടെ മാവ് എടുക്കുക. അപ്പോൾ മാവൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. മാവ് എടുത്തിട്ട് ഈ കുഴീൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കുക, നിറച്ചൊഴിക്കരുത്, പകുതി ഒഴിക്കുക. കാരണം ഇതിൽ ഫില്ലിങ്സ് ഇടുമ്പോൾ അത് പൊങ്ങി വരും. ഇനി നമ്മളിതിലേക്ക് ഫില്ലിങ്സ് ഇങ്ങനെ അവിടെ ആയിട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. നിറച്ചങ്ങ് ഇടണ്ട, എന്നാലും അത്യാവശ്യം ഇട്ട് കൊടുക്കുക. ഇതുപോലെ അവിടെ ഇവിടേക്കൊന്ന് പരത്തിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ.
അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എല്ലാ വീഡിയോസിലും നല്ല ടേസ്റ്റാന്ന് പറയുമ്പോൾ എല്ലാം ടേസ്റ്റാണെന്നാണല്ലോ പറയുന്നതെന്ന്. അങ്ങനെയല്ല. ഞാനൊരു റെസിപ്പി ചെയ്യുമ്പോൾ ആദ്യം വീഡിയോ ഷൂട്ട് ചെയ്യും. എന്നിട്ട് അത് കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറില്ല. ഞാനത് ഡിലീറ്റ് ചെയ്ത് കളയാറാണ് ഉള്ളത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ടേസ്റ്റ് ഇല്ലാത്തൊരു റെസിപ്പി ഇട്ടിട്ട് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അത് നമുക്ക് തന്നെ ഭയങ്കര ഒരു വിഷമമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കും, ഷൂട്ട് ചെയ്യും. പക്ഷേ എന്താണെന്ന് നമ്മൾ കഴിച്ച് നോക്കിയിട്ട് അതിന് ടേസ്റ്റ് ഇല്ല, അതത്ര സംഭവമൊന്നും അല്ല എന്ന് തോന്നിയാൽ ഡിലീറ്റ് ചെയ്ത് കളയുക ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പികളൊക്കെ ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. കാരണം ഞാൻ ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാനിത് ഇടാറുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞാനിതിന് മുമ്പും കുറേ നല്ല നല്ല റെസിപ്പികൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലുള്ള റെസിപ്പികൾക്ക് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോഴാണ് കൂടുതൽ വീഡിയോസ് ഇടാനായിട്ടുള്ള നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ ഫില്ലിങ്സ് ഒക്കെ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ്, അതിൽ കൂടുതൽ വെക്കുകയേ ചെയ്യരുത്. ഇത് ഹാർഡായി പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ട് ഒരു ഈർക്കിളോ അല്ലെങ്കിൽ ഒരു കത്തിയോ വെച്ചൊന്ന് സൈഡ് ആ മാവിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ അത് ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു 10 മിനിറ്റ് ആയപ്പോഴേക്കും ഇത് റെഡി ആയിട്ടുണ്ട്. കാരണം നിങ്ങളുടെ ഫ്ലെയിമിനനുസരിച്ചൊക്കെ സമയത്തിൽ മാറ്റം വരും. അപ്പം നമ്മുടെ കണ്ണപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പികളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്